ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഓർഗനൈസർ ഉണ്ടാക്കിയാലോ. ഇതുപോലത്തെ ഓർഗനൈസറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വാച്ച് ബോക്സോ അല്ലെങ്കിൽ നമുക്ക് ഫോൺ ബോക്സ് ഒക്കെ യൂസ് ചെയ്യാതിന്. എൻ്റെ കയ്യിൽ വാച്ച് ബോക്സ് ആണുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് വാച്ച് ബോക്സ് ആണ്. എന്ത് ടൈപ്പ് ബോക്സസും നിങ്ങൾക്ക് എടുക്കുക, ഇങ്ങനത്തെ തുറക്കുന്ന ടൈപ്പ് ആകണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എടുത്തിട്ടുള്ളത് ലൈറ്റ് പിങ്കിന് ആക്കണ്. അതിന് വേണ്ടി പിങ്കും വൈറ്റും എടുത്തിട്ടുണ്ട്. ഈ പിങ്ക് ആട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വുഡൻ സ്റ്റിക്സും ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളറ് ഇതിൽ കൊടുക്കണം. ഇഷ്ടമുള്ള മോഡൽ നമുക്ക് ചെയ്യാം. നിങ്ങൾ ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്രാഫ്റ്റ് ഐഡിയ ആണിത്. നിങ്ങളുടെ ഈ പെൻസൊക്കെ ഡെസ്കിലാകെ വൃത്തിയില്ലാതെ കിടക്കുകയാണെങ്കിൽ അതിന് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ക്രാഫ്റ്റാണ് ഈ ഓർഗനൈസർ ക്രാഫ്റ്റ്. അപ്പോൾ അത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കണ്ട. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. ഇത് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഈ ക്രാഫ്റ്റ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഞാൻ എടുത്തിട്ടുള്ള ഒരു ലൈറ്റ് പിങ്ക് ആണ്. നിങ്ങൾക്ക് ഏത് കളറും എടുക്കാൻ കഴിയും. അതിനായിട്ട് ലൈറ്റ് കളേഴ്സ് എടുക്കാൻ നോക്കുക. അപ്പോൾ ഈ പിങ്ക് എടുക്കാൻ കാരണം ഇതൊരു എസ്തെറ്റിക് കളറാണ്. അപ്പോൾ നമ്മൾ ഡെസ്കിലൊക്കെ വെക്കുമ്പോൾ ഒരു എസ്തെറ്റിക് വൈബാണ് കയറി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക, അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. ഒരു പോർഷനൊക്കെ കൊടുത്തിട്ട് കളർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പോർഷൻ കൊടുക്കണം. പിക്ചറുള്ള പോർഷൻ ആകുമ്പോൾ നല്ല കട്ടിയിൽ കൊടുക്കാൻ നോക്കുക. അപ്പോൾ അത് രണ്ടും കൊടുത്തിട്ടുണ്ട്. ഒന്നൊരു ലാവൻഡർ കളറിൽ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, രസമുണ്ട്. നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ പറയാൻ പറ്റും. ഒന്നൊരു ഡാർക്ക് ആയാലും ലൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഷോവർ ഡാർക്ക് ആവാതെ നോക്കുക. ഇനി ആവശ്യമുള്ള ഈ പിങ്ക് സ്റ്റിക്കുകളൊന്ന് ലൈറ്റ് പിങ്കിൽ തന്നെ കളർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കളർ ചെയ്താലോ. ഇതുപോലെ വേണം നമ്മൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ നമ്മൾ എല്ലാ സ്റ്റിക്കും കളർ ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് ഒരുമിച്ചെടുത്ത് കളർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉള്ളിൽ വാണങ്ങ് കൊടുത്താൽ മതി. വൃത്തിക്കാണ് ഉള്ളിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ കൊടുക്കുക. ഈ ഗം എടുക്കാൻ കാരണം നല്ല ഒട്ടും. എൻ്റെ കയ്യിൽ മെയിനായിട്ട് ഒട്ടുന്ന ഗം ഇതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഗം എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇത് ഒട്ടിക്കുമ്പോൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതാണിത്. ഇതിമേ ഹേർട്സ് വരക്കണമെങ്കിൽ അതിന് മുമ്പുള്ള ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇത് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ബഡ്സ് വെച്ചിട്ട് ഇതുപോലെ ഹേർട്സ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഷേപ്പ് ചെറിയ ഒക്കെ വരച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെറിയ വരക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഹേർട്ടാക്കാം, സിമ്പിളല്ലേ. അപ്പോൾ എത്ര സിമ്പിളാണോ നമുക്ക് കണ്ടതിൽ മനസ്സിലാകും. അപ്പോൾ ഇതാണ്. ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം.